എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ എപ്പോഴും വിദൂരതയിൽ കണ്ണും നട്ട് നിൽക്കുന്ന ചിലരെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ കാറിലോ സ്കൂട്ടറിലോ യാത്ര ചെയ്യുമ്പോൾ പല വീട്ടിൻ്റെ ഉമ്മറത്തും ഒരു ചെയറിൽ ആരെങ്കിലുമൊക്കെ ഇരിക്കും, പ്രത്യേകിച്ച് പ്രായമായവർ. അവരിങ്ങനെ ഒരു വിദൂരതയിൽ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്നതായി കാണാം. ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലൊരു തോന്നലായിരിക്കും. അത് നിരന്തരമായി എല്ലാ ദിവസവും നമുക്കങ്ങനെയുള്ളവരെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നവർ എന്താ ധരിക്കും? പുള്ളിക്ക് വേറെ ജോലിയില്ല, ഒന്നുമില്ല, വെറുതെ ഫ്രണ്ടിലിരിക്കുന്നു. അല്ലെങ്കിൽ പല രീതിയിൽ അവരെ കാണാം. ചിലപ്പോൾ മാനസിക രോഗിയെന്ന് കരുതിയിരിക്കാം, അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്താണെന്ന് കരുതിയിരിക്കാം. അങ്ങനെ പല രീതിയിൽ പല അർത്ഥങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും. യഥാർത്ഥത്തിൽ ഇത് ഒട്ടും ശരിയായുള്ള നടപടിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സുഹൃത്തുക്കളോട് ഒന്ന് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങൾ റിട്ടയർഡ് ഹാൻഡ്സ് ആയിരിക്കും, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനൊന്നുമില്ല, ആക്ടിവേറ്റ് ചെയ്യാനൊന്നുമില്ല, കുട്ടികളുണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായി, അവർ പഠിക്കുന്നു, മക്കൾ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് സമയാസമയമുള്ള ആഹാരം കിട്ടുന്നു, ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ 7 മണിക്കോ 8 മണിക്കോ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നിങ്ങൾ പെർമനൻ്റായിട്ടിരിക്കുന്ന ഒരു ഇരിപ്പിടത്തിൽ നിങ്ങളങ്ങിരിക്കും. അങ്ങനെ ആകാൻ പാടില്ല, അത് തെറ്റാണ്. നമുക്ക് ഓരോ വ്യക്തികൾക്കറിയാം, നമുക്ക് ചില ശീലങ്ങളുണ്ട്. ചിലർക്ക് കുറച്ച് ഓർമ്മ പിശകുകൾ കാണും, ചിലർക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും, ചിലർക്ക് കേൾവിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും, ചിലർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെ പല പല രീതിയിലുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ മാത്രമല്ല, സാധാരണ പ്രായഭേദമെന്നേ എല്ലാവർക്കും അനുഭവപ്പെടാറുള്ള പല അസുഖങ്ങളുമുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവരാരും പുറത്ത് എക്സ്പോസ് ചെയ്യാതിരിക്കില്ല. ഒരുപക്ഷെ ചിലർ പ്രായമായവർ കരുതിയേക്കാം, ഈ പ്രായമായി, എനിക്കിനി എന്താണ്, ജീവിതത്തിൽ എല്ലാം തീർന്നല്ലോ, ഇനി നമുക്ക് അവസാനം നാളുകൾ അടുത്തിരിക്കുകയാണെന്നുള്ളൊരു തെറ്റായ ഒരു ധാരണ. അത് മാറ്റിയെടുക്കണം. നമുക്ക് ആദ്യ ഭാഗം നമ്മുടെ ഈ ഇരിപ്പിടത്തെക്കുറിച്ച് പറയാം. ഒരിക്കലും നിങ്ങൾ സ്ഥിരമായി ഒരു സ്ഥാനത്തിരിക്കരുത്. നിങ്ങളവിടെ നിന്ന് ആ സീറ്റിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റുക. നിങ്ങൾ എന്നും കാണുന്ന രീതിയിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കാൻ പാടില്ല, ഗേറ്റിൻ്റെ അവിടെ നിൽക്കാൻ പാടില്ല. അതിനൊരു മാറ്റം വരുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള നിങ്ങൾക്ക് തോന്നലുണ്ടാകും. ഒന്ന്. രണ്ടാമത്, നിങ്ങൾക്ക് കേൾവിക്കുറവുണ്ടായിരിക്കാം. അത് കേൾവിക്കുറവുണ്ടെന്ന് നമ്മൾ എല്ലാവരും അറിയേണ്ട കാര്യമില്ല. ഒരാൾ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തന്നെ പറയാം എന്താണ് നിങ്ങൾ ആവശ്യമെന്ന് ഉറച്ച പറഞ്ഞോളൂ. പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉറച്ചിക്കുക. അവർ സാധാരണ നോർമൽ രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ആരോഗ്യമുള്ളവർക്കും അത് കേൾക്കില്ല. എന്നാൽ മറ്റു ചിലർ അവർ പതുക്കെ സംസാരിക്കും. ഒന്ന് ഉറച്ച പറഞ്ഞോളെന്ന് പറഞ്ഞാൽ അവർ പറയും. അപ്പോൾ ആ കേൾവിക്കുറവെന്നുള്ള ആൾക്കാർ ധരിക്കുന്ന 100% അല്ല 50% ആ കേൾവിക്കുറവ് നിങ്ങൾക്കില്ലെന്ന് നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാകും. അടുത്തത്, ഓർമ്മ പിശക്. വലിയൊരു സംഭവമാണ് ഈ ഓർമ്മ പിശക് എന്നുള്ളത്. ശരിക്കത് രോഗമല്ല. അതിൻ്റെ പകുതിയിൽ ഏതാണ്ട് 75% ഓർമ്മ പിശക് നാം ഇൻവൈറ്റ് ചെയ്യുന്നതാണ്, നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ ഓർമ്മക്കുറവിനെ അനായാസം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നമുക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കാര്യമുള്ളൂ, ഒരു പേനയും പെൻസിലും എടുക്കുക. അത് നിങ്ങൾ കുറിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയുക. നാളെ നിങ്ങൾക്ക് ആരെ ഫോൺ ചെയ്യണമെന്ന് നിങ്ങൾ അറിയുക. അവരുടെ ഫോൺ നമ്പർ കുറിച്ച് വയ്ക്കുക. നിങ്ങളുടെ ബർത്ത്ഡേ കുറിച്ച് വയ്ക്കുക. നിങ്ങളുടെ കൊച്ചുമക്കളുടെ ഓരോ കാര്യങ്ങളും കുറിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യം പെൻഷൻ്റെ ഡേറ്റ് എന്നാണെന്നറിയുക, എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകണമെന്നറിയുക. ഇതെല്ലാം നിങ്ങളൊരു പേപ്പർ കുറിച്ച് വെച്ചത് ഡെയിലി ഒന്ന് നോട്ട് ചെയ്താൽ ആ ഓർമ്മ പിശക് എന്നുള്ളത് പമ്പ് കിടക്കും. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും, ഒരിക്കലും നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അടുത്തത്, നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളതിൽ
വ്യാകുലപ്പെടരുത്. നടക്കണമെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. എങ്ങനെ? ഓരോ ദിവസവും 5, 10, 20 സ്റ്റെപ്പ് നിങ്ങളിടുന്ന ഒരു സംവിധാനം ആ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കൈ വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് എടുക്കുക. ഒരു സ്റ്റിക്കിൻ്റെ സഹായത്തോടെ ശകലം നടക്കുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദിവസങ്ങൾ ചെല്ലുന്തോറും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. നിങ്ങളുടെ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടിക്കിട്ടും. അത് നിങ്ങളുടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. നിങ്ങളുടെ കൈയും കാലിനും നല്ലൊരു ഒരു വ്യായാമം കിട്ടുന്നൊരു തോന്നലുണ്ടാകും. അപ്പോൾ ആ ചെറിയ കൊച്ചു ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. രണ്ടാമത് ആഹാരക്രമം. കഴിയുന്നതും ആഹാരക്രമം നിങ്ങൾ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക. സാധിച്ചാൽ ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് കഴിച്ചാൽ പറ്റുകയാണെങ്കിൽ നിങ്ങൾ രാത്രിത്തെ ആഹാരം ഉപേക്ഷിക്കുക. ചെറിയ എന്തെങ്കിലും ഒരു സലാഡോ എന്തെങ്കിലുമായി ദിവസം കഴിക്കുക. അത് വിശപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ആദ്യം നിങ്ങൾക്ക് വിശപ്പ് തോന്നും, കുഴപ്പമില്ല. 2, 4, 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശപ്പ് പിന്നെ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഫുഡിനെ ക്രമീകരിച്ച് നിങ്ങൾക്ക് 2 ടൈം മാത്രം നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സംവിധാനം ഉണ്ടാക്കുക. നോക്കൂ, എൻ്റെ അനുഭവം പറയാം. ഞാൻ 82 വയസ്സുള്ള ഞാൻ വെറും 2 നേരം മാത്രമേ ഫുഡ് കഴിക്കൂ. രാവിലെ ലൈറ്റ് ആഹാരം, ഉച്ചയ്ക്ക് തെറ്റില്ലാത്ത ആഹാരം. അതിൽ ഞാൻ മാംസം, ഒടിക്കൾ, ഈ മറ്റു യാതൊന്നും ഉപയോഗിക്കില്ല. ഉള്ളി, പച്ചക്കറി, സാധിച്ചാൽ ഫിഷ് ഉണ്ടെങ്കിൽ കഴിക്കും. അത്രയേ ഉള്ളൂ. വലുതായിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഏർലി മോർണിംഗ് എൻ്റെ അരമണിക്കൂർ നിശ്ചയമായിട്ടുള്ളൊരു എക്സസൈസ് ചെയ്യും. എനിക്ക് യാതൊരു ഒരു അസുഖമില്ല, ഒന്നുമില്ല. നോ ഷുഗർ, നത്തിങ്. നല്ല പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്, മധുരം, എന്നാൽ ഒരു കുഴപ്പമില്ല. അത് വ്യായാമത്തിൻ്റെ നമ്മുടെ മനസ്സിൻ്റെയും ഒരു ശക്തിയാണ്. നമ്മളാരും രോഗികളായിട്ടല്ല ജനിച്ചത്. രോഗികൾ നാമാണ് രോഗികളാക്കുന്നത്. രണ്ടാമത് മാനസിക സമ്മർദ്ദമുള്ള കുറച്ച് പേർ കാണും. ഇത് വെറുതെയാണ്, ഒരു വെറുതെ ഈ മാനസിക രോഗം നാം വരുത്തി വയ്ക്കുന്നത്. എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ വിചാരിക്കും എൻ്റെ ശക്തി ക്ഷയിച്ചു, എനിക്ക് വരുമാനമില്ല, എനിക്ക് യാതൊന്നുമില്ല. അങ്ങനെ പലരും എന്നെ നിങ്ങളാരും അവോയ്ഡ് ചെയ്യുന്നില്ല. നിങ്ങളാണ് മറ്റുള്ളവർ അവോയ്ഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ നിങ്ങളെയല്ല അവോയ്ഡ് ചെയ്യുന്നത്. അത് കാരണം നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെയെക്കുറിച്ച് കൊടുക്കുന്നു? ഇന്നലെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ചും, നിങ്ങൾ പോയ പുതിയ സ്ഥലങ്ങളെക്കുറിച്ച്, പുതിയ അനുഭവം എന്തോരം നിങ്ങൾക്ക് ഓർക്കാനുണ്ട്. അത് പതുക്കെ ഓർത്ത് വരുമ്പോൾ നിങ്ങളിൽ നിന്നും ഒത്തിരി മാറിപ്പോകും. നിങ്ങളുടെ ഓർമ്മകളോടൊപ്പം ഒരുപക്ഷെ നിങ്ങളുടെ പ്രായം ഇതാണെന്നോ നിങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിലാകും. അപ്പോൾ നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക, നല്ല ഓർമ്മകളെക്കുറിച്ച് ചിന്തിക്കുക, ഇന്നലെ നടന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്നത്തെ നിസ്സഹായ അവസ്ഥ എന്ന് കാണാതിരിക്കുക. ചിന്തിക്കരുത്. നമ്മൾ ഒരിക്കൽ മരിക്കും. ഇവിടെ നമ്മുടെ കൊച്ചുമക്കളായാലും നമ്മുടെ മക്കളായിരുന്നാലും നമ്മുടെ സുഹൃത്തുക്കളായും എത്ര ആരോഗ്യമുള്ളവരാണ് ഒരിക്കൽ ഇവിടെ നിന്ന് നമ്മൾ വിട പറയണം. അപ്പോൾ വിട പറയുന്നുള്ളൊരു കാര്യം അതൊരു സത്യമാണ്. അത് നമുക്ക് വിട പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിട പറയുന്നവരെ നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ? നമ്മൾ ഇന്നലെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ഒക്കെ ചിന്തിക്കുക. രണ്ടാമത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെ ഇപ്പോൾ ചിലപ്പോൾ മദ്യപിക്കുന്ന ഒരാൾ മക്കളോട് എനിക്കൊരു സ്മാൾ അടിക്കണമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, അത് ശരിയാകില്ല, ഇപ്പോൾ കഴിക്കുന്ന പ്രായമല്ല, കുഴപ്പമുണ്ടാകുന്ന മക്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അവർ തരണ്ട. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം എപ്പോഴെങ്കിലും സഫലീകരിച്ച് അതിന് നിങ്ങളെ അന്വേഷിച്ചുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഒരു പഴയകാല സുഹൃത്ത് നിങ്ങളെ തീർച്ചയായിട്ടും കണ്ടെത്താം. അവരോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. ആ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ചു എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ഇവിടെ പലരും പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ ഒന്നും ആകെ താറുമാറാക്കി, എല്ലാം തീർന്നു, എല്ലാം തകർന്നു. ആ ഒരു പെൻഷൻ ഡേറ്റ് മാത്രം നോക്കി കിട്ടുന്നത് വീതം വെച്ച് കൊടുത്ത് വെറുതെ കുത്തിയിരുന്ന് പത്രം വായിച്ച് ജീവിക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം ആഘോഷിക്കേണ്ടതാണ്. ഉള്ള സൗകര്യങ്ങൾ നിങ്ങളതിനെ ഉൾക്കൊള്ളണം. ഈശ്വരൻ തന്ന ഭാഗ്യമായി നിങ്ങൾക്ക് കാണാവൂ. നിങ്ങൾ വളർന്ന്, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ വിവാഹിതരായി, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായി, നിങ്ങൾക്ക് കൊച്ചുമക്കളായി, ഇതെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമല്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവന്മാരാണ്. ഒരുപക്ഷെ നിങ്ങളറിയുന്ന മക്കൾ കാണില്ല, നിങ്ങളറിയുന്ന ഭാര്യയായിരിക്കില്ല, നിങ്ങളറിയുന്ന കൊച്ചുമക്കളായിരിക്കില്ല. പക്ഷേ നിങ്ങളറിയുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇനി
ഒരു ദിശയിലേക്ക് നിങ്ങളുടെ ആ കണ്ണിനെ ചലിപ്പിച്ച് അവിടെ കണ്ണ് ഇമ വെട്ടാതെ ലെഫ്റ്റ് റൈറ്റ് കാണാതെ ഒരേ പോയിന്റിൽ മാത്രം നോക്കാതിരിക്കുക, മാറുക, ചലിക്കുക, സീറ്റ് മാറുക, ചിന്തിക്കുക, ഓർമ്മകൾ ഓർത്തെടുക്കുക, പേപ്പറിൽ കുറിച്ച് വയ്ക്കുക, അങ്ങനെയുള്ള ശൈലി തുടരുക. ഇതാരൊക്കെ ഈ വീഡിയോ കാണുന്നു ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ മെസ്സേജ് ഈ വീഡിയോ എന്ന് എത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളെ കണ്ടെത്തുക, അവരുടെ നമ്പറുകൾ കണ്ടെത്തുക, അവരുടെ ഫോണിൽ കൂടെ ബന്ധപ്പെടുക, ഒരു പുതിയൊരു ജീവിതശൈലിക്ക് തുടക്കം കുറിക്കുക. കാണാം വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.